ഹായ് ഫ്രണ്ട്സ്, പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. കോഴിക്കറി ഒട്ടുമിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് തോന്നും. എന്നാലും ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന രീതിയിൽ ഒരു നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാലോ? 100% ഉറപ്പാണ്. ഈ രീതിയിൽ ഒരു തവണയെങ്കിലും നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാൽ പിന്നെ എല്ലായ്പ്പോഴും നാടൻ കോഴിക്കറി തന്നെ ഉണ്ടാക്കാനേ തോന്നും. ഇതേ രീതിയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എത്ര മടുപ്പ് തോന്നാതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാനായി സാധിക്കും. ചിക്കൻ കഷ്ണങ്ങൾ ചെറുതായി നന്നായി വെട്ടിയെടുത്തതാണ് ഇവിടെ കാണുന്നത്. ഇത് നന്നായി 3-4 വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുക. നല്ല നെയ്യുള്ള കോഴിയാണ്, അതുകൊണ്ട് കുറച്ച് നെയ്യ് കഷ്ണങ്ങൾ ചിക്കൻ നന്നായി കഴുകിയ ശേഷം മാറ്റിവെക്കുക. ഇവിടെ അങ്ങനെയുള്ള കുറച്ച് പീസുകൾ ഞാൻ മാറ്റിവെക്കുകയാണ്. അത് എന്തിനാ എന്ന് പിന്നെ പറയാം. ഇങ്ങനെ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട സാധ്യത നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. 3-4 പ്രാവശ്യം കഴുകിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒരു 5 മിനിറ്റെങ്കിലും വയ്ക്കുക. 5 മിനിറ്റ് വയ്ക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഒന്ന് നന്നായി കുഴച്ച ശേഷം അതിനെ ഒന്ന് കഴുകി കളയുക. ഇങ്ങനെ കഴുകി വാരിയ ചിക്കനെ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. നേരത്തെ ഇട്ട മഞ്ഞൾപ്പൊടി മുഴുവനായി നമ്മൾ കഴുകി കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അതിനൊപ്പം കുറച്ച് ഉപ്പുപൊടി ഇടുക. ഇനി നമുക്ക് ഒരു നാരങ്ങ പകുതിയോ അല്ലെങ്കിൽ മുഴുവനായോ അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി അതിനെ കുഴയ്ക്കുക. നന്നായി അതിനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാ നീരും അതിലേക്ക് നന്നായി ചേർന്ന് വരുന്ന രീതിയിൽ നന്നായി കുഴച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി കൂടാതെ പ്രത്യേകം സൂക്ഷിക്കാം. മഞ്ഞൾപ്പൊടി കൂടിയാൽ ഇറച്ചിയിൽ നല്ല കയ്പുണ്ടാകും. പിന്നെ ഇറച്ചി കഴിക്കാൻ ഒട്ടും സ്വാദുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഇനി കുക്കർ നന്നായി അടച്ചു വെക്കുക. ഗ്യാസിലാണ് വയ്ക്കുന്നതെങ്കിൽ ചെറിയ തീയിൽ, അല്ലെങ്കിൽ അടുപ്പിലാണ് വയ്ക്കുന്നതെങ്കിൽ വളരെ കുറച്ച് തീ വെച്ചു കൊടുക്കുക. 1-2 ഫിസിൽ കേൾക്കുന്നത് വരെ നന്നായി വേവിക്കുക. ഫിസിൽ കേട്ടിയ ശേഷം അതിനെ ഓഫ് ചെയ്ത് വെക്കുക. കാരണം അതിനുശേഷം അതിനകത്തിരുന്ന് കുറച്ചുകൂടി അത് നന്നായി വേവുന്നതായിരിക്കും. കുക്കറിൽ ചിക്കൻ നന്നായി വേകുന്ന ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി, ഇനി സവാളയും കൊച്ചുള്ളിയും ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ വീട്ടിൽ ഏതാണോ കൂടുതലുള്ളത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അതിനൊപ്പം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, എരിവിനായി കുറച്ച് പച്ചമുളക്, ഇവയൊക്കെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് രമ്പയിലേക്ക് എടുക്കാം. അത് കുറച്ചുകൂടി മണമൊക്കെ ചിക്കന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അതിന് ശേഷമോ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് രമ്പയില ഇടാവുന്നതാണ്. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകി എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ അരമുറി തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങ ഒരു പാത്രത്തിലിട്ട് നന്നായി വഴറ്റുക. തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ കരിയാതെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ ഗരം മസാല, നമ്മൾ പൊടിച്ച മസാലപ്പൊടിയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതിനെ നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിനെ തണുക്കാനായി മാറ്റിവെക്കുക. അത് തണുക്കാനായി എടുക്കുന്ന സമയത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയൊക്കെ ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇതൊക്കെ വേവിക്കാനായി എണ്ണ ഉപയോഗിക്കുന്നില്ല. ഈ കോഴിയിൽ നല്ല നെയ്യുണ്ടായിരുന്നു. നെയ്യുള്ള കഷ്ണങ്ങൾ അങ്ങനെ ആദ്യമേ കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. ആ കഷ്ണങ്ങളാണ് ഈ പാത്രത്തിലേക്ക് ഇടുന്നത്. ഇത് ചൂടാകും തോറും അതിൽ നിന്ന് എണ്ണ ഉരുകി മാറുന്നതാണ്. നമുക്കിതിൽ തന്നെ കാണാൻ പറ്റും എണ്ണ നന്നായി തെളിഞ്ഞു വരുന്നതായി. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. നന്നായി പാത്രം വെച്ച് അടച്ചു വെച്ചും തുറന്നു വെച്ചുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നന്നായി അതിനെ ഇളക്കി കൊടുത്ത് വേവിക്കുക. ഇതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ തണുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക.
നമ്മൾ നേരത്തെ വേവിക്കാനായി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും വെന്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിനെ അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഇതിനെ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരിച്ച ചിക്കൻ കറി തയ്യാറാകുന്നതാണ്. നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നവരും, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും, കഴിക്കാൻ കൊള്ളില്ല, അതിഥികൾക്ക് കൊടുക്കുവാനോ വീട്ടിലുള്ളവർക്ക് പോലും കൊടുക്കുവാൻ പറ്റാത്ത രീതിയിൽ നല്ല കട്ടിയുള്ള ചിക്കൻ ആയിരിക്കുമെന്ന് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകുമല്ലോ. അങ്ങനെയൊക്കെ സംശയിച്ച് നാടൻ കോഴി വാങ്ങാതെ നമ്മൾ ഈ വെള്ളക്കോഴി അല്ലെങ്കിൽ വളർത്തുകോഴിയൊക്കെ വാങ്ങുന്നവരുണ്ടല്ലോ. അവരൊക്കെ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, അതിഥികൾക്ക് മുന്നിലാണ് വിളമ്പുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സ്റ്റാറായി 100% മാറുന്നതായിരിക്കും. ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുതേ. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നല്ല നല്ല വീഡിയോസുമായി, അതായത് നല്ല നല്ല വിഭവങ്ങളും നല്ല നല്ല കൃഷികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും.